ആ 5 പേരിൽ ആര് ജയിക്കുകയാണെങ്കിലും അത് അവർ അർഹിക്കുന്ന കാര്യമാണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് മേലൊരാളെന്ന് പറയുകയാണെങ്കിൽ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാനായിരിക്കും. എനിക്ക് ജിൻഡോ ചേട്ടന് എന്തുകൊണ്ടാ കൊടുത്തെന്നുള്ള നിങ്ങൾ ജനങ്ങളോട് ചോദിക്കണം. എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല, ഞാനല്ലല്ലോ വോട്ട് ചെയ്തത്. അതിന് നീ ആരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ ഈ പരിപാടിക്ക് ഒരു തരം തരികടല്ലേ? എന്ത് തരികട? പക്ഷെ അതിൽ ചൂസ് ചെയ്യാൻ പറയുന്ന സമയത്ത് തമ്മിൽ ഭേദം തൊമ്മൻ പോലെ ഞാൻ ഒരാളെ ചൂസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്വത വന്ന ഒരു വ്യക്തിയുടെ തീരുമാനമാണോ ഇത് എന്ന് ഞാൻ സംശയിക്കുന്നു. വിന്നറായിരുന്ന ആള് തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞ പോലെ അത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ തമ്മിൽ ഭേദം തൊമ്മൻ സമയത്ത് വരുമ്പോ ആ പെട്ട തമ്മിലൊക്കെ നോറയുണ്ട് അല്ലെ? അപ്പൊ അതിലും ഭേദമാണ് ആ തൊമ്മൻ. ഞാൻ പോയല്ലോ. മേലിൽ ഇത്തരം സംഭവങ്ങൾ പറ്റാതെ സൂക്ഷിക്കുക. അഥവാ പറ്റിപ്പോയെങ്കിൽ എവിടെങ്കിലും ചെന്ന് നാറാതെ ഇവിടെ വരിക. സോ ബിഗ് ബോസ് എന്ന് പറഞ്ഞ എന്റെ ലൈഫിന്റെ ഒരു പാർട്ടാണ്. സോ അവിടെ പറയുന്ന കാര്യം ഞാൻ ഇത് കൂടെ കേട്ട് ഇത് കൂടെ ഒഴിവാക്കാം. കാണും ഒരു നാടാവുമ്പോ നിന്നെ പോലുള്ള ചെറ്റകളും ധാരാളം കാണും. അഭിപ്രായം അതിനുള്ളിൽ കേട്ടു. പുറത്തു വന്ന സമയത്ത് കണ്ടിരുന്നോ ചിരിക്കുന്നതോ? ഷോ കണ്ടിരുന്നു, ബിഗ് ബോസ് ഷോ കണ്ടിരുന്നു. മോശം അഭിപ്രായം നാട്ടുകാർക്ക്. കുറച്ച് എപ്പിസോഡ്സ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, കംപ്ലീറ്റ്ലി ഇരുന്ന് കണ്ടിട്ടില്ല. ഇത് കണ്ടെങ്കിൽ നോക്ക്. ബിക്കോസ് എനിക്ക് ടോട്ടൽ റിസൾട്ട് നോക്കുമ്പോൾ എനിക്ക് നല്ലൊരു ഓഡിയൻസിന്റെ അടുത്ത് നല്ലൊരു അംഗീകാരം കിട്ടിയൊരു ഫീല് കിട്ടിയോടെ ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. പ്രേക്ഷകരുടെ സൈഡിൽ നിന്ന് അംഗീകാരം കിട്ടിയെന്ന് പറയുമ്പോഴും നോറ പക്ഷെ ഇപ്പോഴും അതിനകത്തെ കണ്ടസ്റ്റൻസിനെ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്ന് തോന്നുന്നു. നമുക്ക് ഉപകാരമുള്ളവരുടെ മുമ്പിൽ മാത്രം നമ്മൾ നല്ലതായ മതി. അവരുടെ മുമ്പിൽ എന്ത് ചെറ്റത്തരം കാണിച്ചും നമ്മൾ നല്ലതായിരിക്കുകയും വേണം. അത് നിങ്ങളെ തെറ്റിദ്ധാരണയാണ്. എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. ആണ് വിന്നർ ഇത് ഒറ്റ ബുദ്ധിയാ. എവിടെ തുടങ്ങിയാലും ക്ലൈമാക്സിന് മാറ്റം ഉണ്ടാവും. അതെന്താ അയാൾ പിടിച്ചാട്ടും